സ്റ്റുഡൻസ്, ഹിസ്റ്റോമൈൻ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ക്ലാസ് 10 SS ചാപ്റ്റർ 3 ആണ്. സാമൂഹിക വിശകലനം, സമൂഹ ശാസ്ത്ര സങ്കല്പത്തിലൂടെ, സോഷ്യൽ അനലൈസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഒരു അനു എന്ന് പറയുന്ന ഒരു കുട്ടി അനുഭവിക്കുന്ന കഷ്ടപ്പാടാണ്. അതായത് ആ കുട്ടിയുടെ വീട്ടിൽ എന്താണ്, വളരെ സാമ്പത്തികമായിട്ട് എന്തുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് ചിന്തിക്കുന്നത്, പണം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണമാണ് തങ്ങളുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്നാണ് ആര് ചിന്തിക്കുന്നത്? അനു ചിന്തിക്കുന്നത്. ഈ ചിന്ത ശരിയാണോ എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് വ്യക്തികൾക്കുണ്ടാകുന്ന, നമ്മൾ ഓരോ വ്യക്തികൾക്കുണ്ടാകുന്ന പ്രശ്നത്തിന് കാരണം ഏതെങ്കിലും ഒരു ചെറിയ കാരണങ്ങൾ മാത്രമായിരിക്കും, അതോ സമൂഹത്തിന് ആ ഒരു കാരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടായിരിക്കുമോ? അതായത് വ്യക്തിപരമായ പ്രശ്നത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ പലരും ആശ്രയിക്കുന്ന സാധാരണയായി കാണുന്ന കാര്യങ്ങൾ. അതായത് നമുക്കൊരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കാണുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ റീസൺ, ഈ ഒരു പ്രശ്നമുണ്ട് പ്രധാനപ്പെട്ട കാരണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, നമ്മളൊരു വ്യക്തിയിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ, സമൂഹ അഭിപ്രായം, ഇതൊക്കെ വെച്ചായി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ കാരണം ഓക്കെ ഇതാണ് എന്ന് എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. നമ്മൾ കൂടുതൽ ചിന്തിക്കത്തില്ല. പൊതുവെ ഒരു പ്രശ്നത്തിന്റെ കാരണം ഇതാണെന്ന് ഓൾറെഡി സമൂഹത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇത് അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊരു ധാരണ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മളും ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങൾ വെച്ച് നമ്മൾ ചിന്തിക്കും, ഓക്കെ ഇതാണ് ഈ പ്രശ്നത്തിന് കാരണം. ചില വ്യക്തിഗത പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തും. സാമൂഹീകരണം എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ എന്ന പ്രക്രിയയിലൂടെ, അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് ഇടപെടുന്നതിലൂടെ, സമൂഹമായി ഇടപെടുന്നതിലൂടെ ലഭിക്കുന്ന അറിവുകളും ശീലങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ചിലർ എന്ത് ചെയ്യുന്നത്, വ്യക്തിഗത പ്രശ്നങ്ങൾ, വ്യക്തിപരമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പൊതുവിൽ സമീപിക്കാറുള്ളത്. ഇതിന് നമ്മൾ എന്താ പറയുന്നത്, കോമൺ സെൻസ് നോളജ് എന്നറിയപ്പെടുന്നത്, അതായത് സാമാന്യ ബോധ ജ്ഞാനം എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംഭവത്തെ അറിയാം. ഇപ്പോൾ ഓൾറെഡി ആ ഒരു പ്രശ്നത്തിന്റെ കാരണം ഇതാണ് എന്ന് നമ്മുടെ സമൂഹത്തിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ആ ഒരു പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്, അതായത് സാമാന്യ ബോധജ്ഞാനം. ഇനി എന്താണ് സാമാന്യ ബോധം? സ്കൂളിലൊന്നും പോയി പഠിക്കാതെ തന്നെ, നിങ്ങൾ സ്കൂളിലൊന്നും പോയി പഠിക്കാതെ തന്നെ അനുഭവങ്ങളിലൂടെയും ചുറ്റുമുള്ളവരെ കണ്ടും കേട്ടും സമൂഹത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന സാധാരണ അറിവുകളെയാണ് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത്, ഈ നോളജ് നമുക്ക് ലഭിക്കുന്ന നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നിന്ന്, ചുറ്റുമുള്ള നിരീക്ഷണത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന അടിസ്ഥാനപരമായ അറിവുകളാണ് ഇതെന്ന് പറയുന്നത്. ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇത് ദിവസേന നമ്മുടെ കണ്ണുകൊണ്ട് പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ധാരണയാണ്, അല്ലെ? തീയിൽ തൊട്ട കൈപ്പൊള്ളും. ഇത് നമുക്ക് അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പം ഇത്തരം അറിവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. നമ്മുടെ നിരീക്ഷണത്തിലൂടെ, അനുഭവങ്ങളിലൂടെ, പിന്നെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്ന നോളജാണ് കോമൺ സെൻസ് നോളജ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് സാമാന്യ ബോധജ്ഞാനവും സാമൂഹിക വിശകലനവും. നമ്മൾ കോമൺ സെൻസ് നോളജ് എന്താണെന്ന് പഠിച്ചു. ഇനി എങ്ങനെയാണ് അത് രൂപപ്പെടുന്നത്? വഴക്കങ്ങൾ, അതായത് നമ്മൾ സമൂഹത്തിൽ പിന്തുടരുന്ന ആചാരങ്ങളും രീതികളും ശീലങ്ങൾ, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, വിശ്വാസങ്ങൾ, പരമ്പരാഗതമായി നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? പിന്നെ വ്യക്തിഗത അനുഭവങ്ങൾ, സ്വന്തം അനുഭവത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ, പിന്നെ പൊതു നിരീക്ഷണം, ചുറ്റുമുള്ള കാര്യങ്ങൾ കണ്ട് ഇതിലൂടെയൊക്കെയാണ് എന്ത് രൂപപ്പെടുന്നത്, കോമൺ സെൻസ് നോളജ് രൂപപ്പെടുന്നത്. പക്ഷെ പലപ്പോഴും ഇത് മാത്രം ഒരു വ്യക്തിയുടെ പ്രശ്നത്തിന് കാരണം കണ്ടെത്താൻ മതിയാകത്തില്ല. ഇതുകൊണ്ട് മാത്രം ശരിക്കും ഒരു വ്യക്തിയുടെ പ്രശ്നത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ആദ്യം ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞ്, അനുവിൻ്റെയും കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ കടബാധ്യതയാണ്. അത് കടമാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കോമൺ സെൻസ് നോളജും വെച്ച് മാത്രം നോക്കിക്കാണുവാണെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. അതായത് സാമ്പത്തിക നയങ്ങൾ, തൊഴിലില്ലായ്മ തുടങ്ങിയവയെ പൂർണ്ണമായി കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കില്ല.
അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റായ ധാരണകൾ സമൂഹത്തിൽ ജനങ്ങൾ ചിന്തിക്കുന്നത് ഒരു വ്യക്തിയുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ട്. അതിന് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ മടിയോ ജോലി ചെയ്യാനുള്ള ആഗ്രഹമില്ലായ്മയോ വ്യക്തിപരമായി അയാൾക്ക് ജോലി ചെയ്യാനുള്ള കഴിവില്ലായ്മയോ ആണ് ദാരിദ്ര്യത്തിന് കാരണമെന്ന് പൊതുവെ ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്ന ശരിക്കും അയാളുടെ മാത്രം കുറ്റമായിരിക്കണമില്ല. ചിലപ്പോൾ മേ ബി ഉദാഹരണം എന്ന് പറയുന്നത്, നമുക്ക് ഈ കൂലിപ്പണിക്ക് പോകുന്നവർക്ക് മഴ സമയത്ത് ജോലിയില്ല. അത് അവരുടെ കാരണം കൊണ്ടാണോ? അല്ല, മഴയായതുകൊണ്ട് ജോലിയില്ല. മഴ പെയ്യുന്ന സമയത്ത് ചില ആളുകൾ ജോലിക്ക് തടസ്സം ഉണ്ടാകുന്നു. ചിലപ്പോൾ നോക്കിയാൽ സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്? രണ്ടിവിടെ കൊടുത്തിട്ടുണ്ട്. വ്യക്തിഗത അനുഭവങ്ങളിലൂടെ, പൊതു നിരീക്ഷണത്തിലൂടെ, ബാക്കി എന്തൊക്കെയാണ്? വിശ്വാസങ്ങൾ, ശീലങ്ങൾ, വഴക്കങ്ങൾ. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് സാമൂഹിക പ്രശ്നം, സോഷ്യൽ പ്രോബ്ലം. സാമൂഹിക പ്രശ്നം എന്ന് പറയുമ്പോൾ കാര്യം സൊസൈറ്റി മുഴുവനായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം. സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? സോഷ്യൽ പ്രോബ്ലം. ഒരു വ്യക്തിയോ ഏതാനും വ്യക്തികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങളെ കണക്കാക്കാറില്ല. ഒരു വ്യക്തിയെയോ അല്ല 2-3 വ്യക്തികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നം ഒരിക്കലും നമ്മൾ സോഷ്യൽ പ്രോബ്ലമായിട്ട് കണക്കാക്കാറില്ല. സമൂഹത്തിന് അഭികാമ്യമല്ലാത്തതോ ഹാനികരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹാനികരമോ ആയി സാമൂഹിക പ്രശ്നത്തെ കണക്കാക്കുന്നു. ദാരിദ്ര്യം, അസമത്വം, വിവേചനം, പരിസര മലിനീകരണം തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് സാമൂഹിക പ്രശ്നങ്ങൾ ഉദാഹരണങ്ങൾ? ദാരിദ്ര്യം, അസമത്വം, വിവേചനം, പരിസര മലിനീകരണം. അപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ, സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ചില സാമാന്യ ബോധത്തിലൂന്നിയ ചില പ്രസ്താവനകളാണ്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. കാലാവസ്ഥ വ്യതിയാനം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ സ്വാഭാവികം സംഭവിക്കുന്നു. ഇതിൽ മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് ഇതിൽ പങ്കില്ല. അധിക സമയം പഠനത്തിൽ പഠിച്ചാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ കഴിയുകയുള്ളൂ. കൂടാതെ കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരുമാണ്. വയറു നിറച്ച് ആഹാരം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. താൽക്കാലിക വീടുകൾ നൽകിയ പാർപ്പിടമില്ലായ്മ പരിഹരിക്കാം. ഇതൊക്കെയെന്ന് പറയുന്നത് കോമൺ സെൻസ് നോളജിൽ ഊന്നിയ ചില പ്രസ്താവനകളാണ്. ഇതെല്ലാം ശരിയാണോ? നോക്കിക്കേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നതിൽ മനുഷ്യർക്ക് പങ്കില്ല എന്ന പ്രസ്താവന ശ്രദ്ധിച്ചല്ലോ. കാലാവസ്ഥ വ്യതിയാനം മൂലം ഭൂമിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ്? ആഗോളതാപനം, പിന്നെ സമുദ്രത്തിന്റെ നിരപ്പ് ഉയരുന്നു, ഹിമപർവ്വതങ്ങൾ ഉരുകുന്നത്, അതിതീവ്ര മഴ, വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ. ഇതൊക്കെ കാലാവസ്ഥ വ്യതിയാനം മൂലം ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. മനുഷ്യരുടെ എന്തെല്ലാം പ്രവൃത്തികളായിരിക്കും ആഗോള താപത്തിന് കാരണമാകുന്നത്? ഒന്ന്, പ്ലാസ്റ്റിക് കത്തിക്കുന്നത്. പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നത്, വനനശീകരണം, അമിതമായി മരം മുറിക്കുന്നത്, വാഹനങ്ങളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നുള്ള പുക, ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം, അതായത് നമ്മളെ കൽക്കരി, പെട്രോൾ, ഡീസൽ എന്നിവയുടെ അമിതമായ ഉപയോഗം. ഇവിടെ സാമാന്യ ബോധ അറിവ് പറയുന്നത്? കാലാവസ്ഥ മാറുന്നത്, കാലാവസ്ഥ വ്യതിയാനം സ്വാഭാവികമാണ്, ഇതിൽ ആർക്ക് പങ്കില്ല? മനുഷ്യർക്ക് പങ്കില്ല എന്ന ചിന്തയാണ് കോമൺ സെൻസ് നോളജ് അല്ലേ എന്നാണ് പറയുന്നത്. കാലാവസ്ഥ വ്യതിയാനത്തിൽ മനുഷ്യർക്ക് പങ്കില്ലേ? തീർച്ചയായും ഉണ്ട്. എങ്ങനെയാണ്? മനുഷ്യർ നടത്തുന്ന വനനശീകരണം, പ്ലാസ്റ്റിക് കത്തിക്കൽ, മലിനീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ എന്തിന് കാരണമാകുന്ന? ആഗോള താപത്തിനും കൂടാതെ കാലാവസ്ഥ വ്യതിയാനത്തിന് പ്രധാന കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ പുറമേ കാണുന്ന കാര്യങ്ങൾ മാത്രം വെച്ച് രൂപീകരിക്കുന്ന സാമാന്യ ബോധജ്ഞാനം, കോമൺ സെൻസ് നോളജ് പലപ്പോഴും പൂർണ്ണമായിട്ട് എന്താകത്തില്ല, ശരിയാകണമെന്ന് ഇല്ല. അതായത് അധിക സമയം ഒരുപാട് ടൈം പഠിച്ചാൽ മാത്രമേ നമുക്ക് ഉയർന്ന മാർക്ക് കിട്ടുമെന്നാണ് പൊതുവെയുള്ള ധാരണ അല്ലേ? നമുക്ക് എക്സാം ടൈം പാരൻസ് എന്ത് ചെയ്യും? ഫുൾ ടൈം ഇരുന്ന് പഠിക്കാൻ പറയുമല്ലോ കുട്ടികളോട്. കളിക്കാൻ വിടത്തില്ല, വേറെ ഒരു കാര്യവും ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. ചില കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ഒരുപാട് ടൈം ഇരുന്ന് പഠിച്ചാലേ മനസ്സിലാകത്തില്ല. ചില കുട്ടികൾ കുറച്ച് ടൈം ഇരുന്ന് പഠിച്ചാൽ മതി. ചില കുട്ടികൾക്കാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കണം. അവർ കുറച്ച് പഠിച്ചിട്ട് കുറച്ച് അവർ പുറത്തെന്തെങ്കിലും എന്തെങ്കിലും കളിക്കുകയോ എന്തെങ്കിലും കഴിക്കുകയോ അല്ലെങ്കിൽ TV ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? കുറച്ചുകൂടെ അവർ പഠിക്കാൻ എന്ത് ചെയ്യും? അവർ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നിക്കും. ചില കുട്ടികൾക്ക് ഗ്രൂപ്പ് സ്റ്റഡിയാണ് ഇഷ്ടം. അത് ഫ്രണ്ട്സ് നമ്മൾ ഈ ഗ്രൂപ്പ് സ്റ്റഡി നടത്താറില്ലേ, അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഫുൾ ടൈം പഠിച്ചാൽ മാത്രമേ സ്കോർ ലഭിക്കൂ എന്ന് പറയുന്നത് ഒരു തെറ്റായ ധാരണയാണ്. ഓരോ കുട്ടികളും വ്യത്യസ്ത രീതിയിൽ പഠിച്ചാലായിരിക്കും ചിലപ്പോൾ എന്ത് കിട്ടുന്നത്, അവർക്ക് മാർക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ
കൗമാരക്കാരെ കുറിച്ച്, നിങ്ങളെ പോലുള്ള കൗമാരക്കാരെ കുറിച്ചൊക്കെ എന്താണ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ചില തെറ്റായ ധാരണകളാണ്. അതായത് ഇതിനെ നമ്മൾ സ്റ്റീറോ ടൈപ്പ് എന്ന് പറയും. ഒരു കൂട്ടം ആളുകളെ കുറിച്ചുള്ള പൊതുവായ തെറ്റായ ധാരണകളെയാണ് വാർപ്പ് മാതൃക അഥവാ സ്റ്റീറോ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സൊസൈറ്റി മുതിർന്നവർ എപ്പോഴും എന്താണ് പറയുന്നത്, കൗമാരക്കാരെന്ന് പറയുന്നത് എങ്ങനെയാണ് ആരും എല്ലാ കാര്യവും എന്താണ് ലംഘിക്കുന്നവർ, അനുസരണയില്ലാത്തവർ എന്നൊരു പൊതുവെ ഒരു ചിന്ത, അല്ലെങ്കിൽ എന്താണ് ബഹുമാനമില്ലാത്തത്, കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾ എന്നൊരു പൊതുവെ ചിന്താഗതി മുതിർന്നവർക്കുണ്ടല്ലേ. മുതിർന്നവർ എപ്പോഴും എന്താണ് കൗമാരക്കാരെ എന്ത് ചെയ്താലും പറയും കുട്ടികൾക്ക് അറിവില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പൊതുവെ ഒരു അഭിപ്രായം ഉണ്ടല്ലേ. ചില കുട്ടികൾ അങ്ങനെയായിരിക്കും, പക്ഷെ എല്ലാ കുട്ടികളും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്ന് ഇല്ല. പൊതുവെ എന്താണ് കൗമാരക്കാരെന്ന് പറയുന്നത് എങ്ങനെയുള്ളവർ തന്നെയാണ്, ഉത്തരവാദിത്തമുള്ളവരും പരസ്പര ബഹുമാനമുള്ളവരൊക്കെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പക്ഷേ ചില കുട്ടികളെ കണ്ടിട്ട് സൊസൈറ്റി മുഴുവനായിട്ടും പറയുന്ന കൗമാരക്കാർ അങ്ങനെയാണ് എന്നൊരു ചിന്തയുണ്ട്. ആർക്കാണ്? ഈ മുതിർന്നവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. പിന്നെ അടുത്തൊന്ന്, വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത് ആരോഗ്യം ശരിയാണോ? ഇപ്പോൾ ഒരു കുട്ടിയെടുത്ത് ഒരു അച്ഛനും അമ്മയും പൊതുവെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്താണ് നമ്മൾ എല്ലാവരും പറയും വയറ് നിറച്ച് ആഹാരം കഴിക്കും, 3 നേരം ചോറ് കഴിക്കുന്നത് നല്ലതെന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റി ഉള്ളത്. രാവിലെയും രാത്രിയും വരുന്നത് കുറേ ചോറ്, കുറച്ച് കറി, എന്നാൽ ചോറ് കൂടുതലും കഴിക്കും. ആണോ? അങ്ങനെയല്ല. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടത് മിതമായ ആഹാരം മതി. നമുക്ക് എത്ര വേണോ അത്രയും കഴിച്ചാൽ മതി. അതിലെല്ലാ പോഷക കാര്യങ്ങൾ അടങ്ങിയ ഫുഡ് കഴിക്കണമെന്നാണ്. അതാണ് ആരോഗ്യം നല്ലത്. ഒരുപാട് ഫുഡ് കഴിച്ച് വയറ് നിറച്ച് ഫുഡ് കഴിച്ച് അത് ആരോഗ്യത്തിന് നല്ലതാണോ? അല്ല. നമുക്ക് ആവശ്യം. അടുത്തത് പാർപ്പിടമില്ലായ്മ. പാർപ്പിടമില്ലായ്മ എന്നത് ഒരു വ്യക്തി സ്വന്തമായി വീടുണ്ടാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടോ അലസത കൊണ്ടോ ഉണ്ടാകുന്ന വ്യക്തിഗത തിരഞ്ഞെടുപ്പ്, അത് പേഴ്സണൽ ചോയ്സ് എന്ന് ചിന്തിക്കുന്നത് സാമാന്യ ബോധജ്ഞാനമാണ്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട്, താൽക്കാലിക വീടുകളോ തൊഴിൽ പരിശീലനമോ നൽകിയ ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാമെന്ന് എന്ത് ചെയ്യുന്നു പലരും കരുതുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ ഇതിൻ്റെ അവസ്ഥയ്ക്ക് പിന്നിൽ വേറെ കുറേ കാരണങ്ങൾ കാണും. ദാരിദ്ര്യം കാണും, തൊഴിലില്ലായ്മ കാണും, ഭൂമി വാങ്ങാൻ പറ്റത് കൊണ്ടായിരിക്കും, സാമ്പത്തിക അസമത്വം, പാവപ്പെട്ട വ്യക്തിയായിരിക്കാം, പൈസ കുറവുണ്ടായിരിക്കാം, ക്യാഷിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കാം, തുടങ്ങിയ വലിയ സാമൂഹിക പ്രശ്നങ്ങളായിരിക്കും പലപ്പോഴും ഒരു വ്യക്തിക്ക് സ്വന്തം വീട് വയ്ക്കാൻ അയാൾക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടോ അയാൾ ആഗ്രഹിക്കാത്തതുകൊണ്ടോ ചിലപ്പോൾ അയാളുടെ കയ്യിൽ അത്രയ്ക്കുള്ള ക്യാഷ് കാണത്തില്ല, സാമ്പത്തികം കാണത്തില്ല, ചിലപ്പോൾ അയാൾക്ക് ജോലി ദിവസം ഉണ്ടായിട്ട് വരത്തില്ല, അല്ലെങ്കിൽ ഭൂമി വാങ്ങാനുള്ള ക്യാഷ് കാണത്തില്ല. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്തില്ലാത്തതായിരിക്കും ഒരു പാർപ്പിടം, ഒരു സ്വന്തം വീട് വയ്ക്കാൻ പറ്റാത്തത്. സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതികൾ ശീലങ്ങളെയോ ഊഹാപോഹങ്ങളെയോ ആണ് എന്ത് ആശ്രയിക്കുന്നത്. വാർപ്പ് മാതൃകകൾ അടിസ്ഥാനമാക്കുന്നു. കൂടാതെ ഭാഗികമായ അറിവുകൾ മാത്രമാണ്, പൂർണ്ണമായ അറിവല്ല, ഭാഗികമായിട്ടുള്ള അറിവ് മാത്രമാണ് നൽകുന്നത്. സങ്കീർണമായിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെ അടിസ്ഥാനം ഇല്ലായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും, ഇങ്ങനത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.